1970 സ്ഥാപിതമാണ് ഈ ശിശുമല ഇടവക. മാനന്തവാടി രൂപത ഉണ്ടാകുന്നതിന് മുമ്പ് തലശ്ശേരി രൂപതയുടെ കീഴിലാണ് ഈ ഇടവക സ്ഥാപിതമായത്. അന്ന് മുതൽ ഈ മലകയറ്റം ആരംഭിച്ചതാണ്. അന്ന് ചെറിയ തോതിൽ ആരംഭിച്ച ഈ മലകയറ്റം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു മലകയറ്റമായിട്ട് മാറിയിരിക്കുകയാണ്. ഒത്തിരിയേറെ പേര് രാവും പകലും അനുസ്യൂതം ഈ മലയിലേക്ക് കയറി വരുന്നുണ്ട്, അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. കുത്തനെയുള്ള ഒരു കയറ്റമാണ്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ മലയുടെ അറ്റത്തേക്ക്. അവിടെ ഏതാണ്ട് 25 വർഷം മുമ്പാണ് ഒരു കപ്പേള സ്ഥാപിതമായത്. കപ്പേള സ്ഥാപിതമായെങ്കിലും നല്ലൊരു അൾത്താര അങ്ങനത്തെ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അത് ഈ അടുത്ത നാളിൽ ആണ് സ്ഥാപിക്കാൻ സാധിച്ചത്. ഇന്ന് അഭിനന്ദ പിതാവ് അത് റൂസ്മ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തക്ക വിധത്തിൽ നമുക്ക് സജ്ജീകരിച്ചു തന്നു. അഭിനന്ദ പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു. അമ്മാന പിതാവാണ് ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട്, ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായിട്ട്, മാനന്തവാടി രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ കൂടുതൽ ആളുകൾ ഇതിനറിയാനും ഇടയായി. കുറച്ചും കൂടെ ഒക്കെ വ്യാപകമായ രീതിയിൽ അറിയപ്പെടാനും വയനാട്ടിലെ ഒരു മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രം കുറെ കൂടി ഒരു ശക്തമായൊരു അഭിഷേകത്തോടുകൂടി മലകയറാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇത് എത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ആവാസമയെ ഈ തൈലത്തെ കൃപാവരം ആശീർവദിക്കുകയും കാരുണ്യപൂർവ്വം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വിശുദ്ധീകരിക്കുന്ന ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി ഈ ബലിപീഠം നിന്റെ തിരുനാമസ്തുതിക്കായി ആരെയും ഇതുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വ്യാപരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റോഷമ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വമായി ഈ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. ജീവദായകമായ രഹസ്യങ്ങളുടെ സംരക്ഷണത്തിനും സർവശക്തനായ കർത്താവിന്റെ നാമമഹത്വത്തിനുമായി ഈ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. പിതാവിന്റെ നാമത്തിൽ റോസ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. ജീവദായകമായ വചനങ്ങളുടെ വിശദീകരണത്തിനും സർവശക്തനായ കർത്താവിന്റെ നാമമഹത്വത്തിനുമായി ഈ ബേമ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെ നാമത്തിൽ റോസ്മ ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നേക്കും. അപ്പോൾ ഈ മണിയടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവിന്റെ ശരീരരക്തങ്ങളായി മാറിയ ഇവനെ നിങ്ങൾ വണങ്ങുമെന്നാണ്. അപ്പൊ അതവർ ഏറ്റു പറഞ്ഞിരുന്ന കാര്യമുണ്ട്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്. എല്ലാവരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ഏറ്റു പറയുമായിരുന്നു, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്. ഇത് നമ്മുടെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും? എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് എത്ര മക്കൾക്ക് പറയാനായിട്ട് സാധിക്കും? ഞങ്ങളെയൊക്കെ പള്ളിയിൽ അമ്മച്ച് കൊണ്ടുപോകുമ്പോ എന്താണ്, പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഓരോ രൂപത്തെയും മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കുരിശ് പറഞ്ഞിട്ട് പറയും, അമ്മച്ച് പറയുന്നത് ഇന്ന പുണ്യവാനാണ്, ഇന്ന പുണ്യവതിയാണ്. വിശുദ്ധ കുർബാന നികത്തുമ്പോൾ മുട്ടുകുത്തി നിർത്തിയിട്ട് കൈകൊപ്പിടിച്ചിട്ട് പറയും, എന്റെ കർത്താവ് എന്റെ ദൈവമേ ഏറ്റു പറയാൻ പറയും. ആ അപ്പം നമ്മുടെ കർത്താവിന്റെ തിരുശരീരമാണ്, ആ വീഞ്ഞ് നമ്മുടെ കർത്താവിന്റെ തിരുരക്തമാണ്. മക്കളെ ഇത് ഉൾക്കൊള്ളുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അടിയുണ്ടാക്കാൻ പറ്റില്ല, പരീക്ഷയിൽ എന്നാൽ കോപ്പി അടിക്കാൻ പറ്റില്ല, നുണ പറയാൻ പറ്റില്ല, മോഷ്ടിക്കാനായിട്ട് പറ്റില്ല, കൈക്കൂലി വാങ്ങിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മള് ചിന്തിച്ചു നോക്കുക, നമ്മള് ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ യുദാസ് പോയതുപോലെയാണോ? ഒരു പക്ഷേ ഇരുട്ടിലേക്കാണോ പോകുന്നത്? കർത്താവിന്റെ വെളിച്ചത്തെ നമ്മള് നിരാകരിച്ചിട്ട് ആ കാര്യമാണ് ഇന്ന് ലേഖന ഭാഗത്ത് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. പ്രകാശത്തിൽ പങ്കുകാരായിട്ട് നിങ്ങളെ പ്രകാശത്തിൽ പങ്കുകാരാക്കി, ആ പ്രകാശത്തിൽ പങ്കുകാരാക്കിയതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയിൽ നിങ്ങൾ മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രകാശം എന്ന് പൗലോസ് പറയുന്നത് ഈ ജ്ഞാനസ്നാനത്തെ കുറിച്ചാണ്, മാമോദിസായെ കുറിച്ചാണ്. നിങ്ങളെ പ്രകാശത്തിന്റെ മക്കളാക്കിയിരിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കി, അവിടെ പറയും, ഈ പ്രകാശം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ട് അതിന്റെ മക്കളായിട്ട് നിങ്ങൾ വീട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല, നിങ്ങളെ വീണ്ടും പശ്ചാത്താപത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു. പ്രകാശത്തിൽ പങ്കുകാരായിട്ട് മാത്രമല്ല, സ്വർഗീയ ഭോജനത്തിൽ പങ്കുപറ്റിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് വചനം ശ്രവിച്ചിട്ട് വീണ്ടും വീണു പോവുകയാണെങ്കിൽ പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ കഴിയില്ല എന്നായി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവ് പൗലോസിലേക്ക് പറയുമ്പോൾ ഓർക്കുക, നമ്മളെ ഈ ജ്ഞാനസ്നാനത്തില് പ്രകാശത്തിൽ പങ്കുപറ്റിയവരാണ് നമ്മള്. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ഒരു കത്തിച്ച തിരി തന്നതാണ്, ഒരു നല്ല ഉടുപ്പ് തന്നതാണ്. എന്തിനാണ് ആ തിരി തന്നത്? ഇവിടെ മുമ്പിൽ ഒരു പച്ച നിറത്തിലുള്ള ലൈറ്റ് ഉണ്ട്, പുറകിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. ഈ പച്ച നിറം കുറച്ച് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള മക്കളെ ഏറ്റു നോക്കിയ കുഴപ്പമൊന്നുമില്ല, പച്ച ലൈറ്റ് തന്നെയാണത്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ളതിനെല്ലാം പച്ച നിറത്തിലേ കാണിക്കുകയുള്ളൂ. സുതന്റെ പൂമേനിയെ അമ്മ മടിയിൽ കിടത്തി ചുംബിക്കും നീതാ
അമ്മ മടിയിൽ കിടത്തി ചുംബിക്കും നീതാ. നാമം പൂജിതമാകണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പുതുഞായർ അത് കേരള ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെയും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒക്കെ ദിനമാണ് എന്ന് നമുക്കറിയാം. മലയാറ്റൂരും മൈലാപ്പൂരും ഒക്കെ അത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും വിളിക്കുന്നതും ഇതുതന്നെയാണ്. ചിലപ്പോഴെങ്കിലും സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കും തോന്നും, ഇത്രയും സംശയമായിരുന്നു ഈ തോമാസ് ലീഹായ്ക്ക്, ബാക്കിയുള്ളവരൊക്കെ വിശ്വസിച്ചിട്ടും വിശ്വസിച്ചില്ലല്ലോ. കർത്താവിനെ കാണണം, കർത്താവിൻ്റെ മുറിവുകളിൽ വിരലിടണം, അവിടുത്തെ പാർശ്വത്തിൽ കൈവയ്ക്കണം, എന്നിട്ട് വേണം ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട്
നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതിരിക്കണമേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാധനവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.